ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവ് യേശു ക്രിസ്തു തന്റെ കരങ്ങളിൽ സൂക്ഷിച്ച് അനുഗ്രഹിച്ച് സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ. നാം ഇപ്പോൾ ചിന്തിക്കുന്നത് കർത്താവ് നമ്മുടെ മുമ്പിൽ വാതിൽ തുറക്കുമ്പോൾ ഹല്ലേലൂയ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. വെളിപ്പാടിന്റെ പുസ്തകം 3:8 കർത്താവ് നമ്മോട് പറയുകയാണ്, ഇതാ ഞാൻ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു തുറന്ന വാതിൽ നിന്റെ മുമ്പ് വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാം പല കാര്യങ്ങൾക്കായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലരാണെങ്കിൽ പ്രാർത്ഥനയിലൂടെ ശ്രമിക്കുന്നു, ചിലരാണെങ്കിൽ ഒന്നും ചെയ്യാതെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. 3 വിധത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് നമ്മുടെ മുമ്പിൽ വാതിൽ തുറക്കുമ്പോൾ ഹല്ലേലൂയ അത് ആർക്കും അടയ്ക്കാൻ സാധ്യമല്ല. നാം ചില കാര്യങ്ങൾക്കായി നിരന്തരം ശ്രമിച്ച് കൊണ്ടേയിരിക്കുമ്പോൾ അതിന്റെ ഫലം ലഭിക്കാതെ വരുമ്പോൾ നാം ചിന്തിക്കുന്നു, എല്ലാം പരാജയപ്പെട്ടു, ഞാൻ തന്നെ നമുക്കൊരു പരാജയമായി തോന്നുന്നു. എന്നാൽ കർത്താവ് തന്റെ സമയമാകുമ്പോൾ നമുക്കായി ഒരു വാതിൽ തുറക്കുകയാണ്. ആകയാൽ പ്രാർത്ഥനയോടെ അവനിൽ വിശ്വസിച്ച് അതിനെ കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്ക് വേണം. ആ സമയമാകുമ്പോൾ കർത്താവ് തീർച്ചയായും തുറന്നിരിക്കും. ഹല്ലേലൂയ. ജോസഫിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം കാണുന്നു, അവരുടെ സഹോദരന്മാർ അവന്റെ വെളിപ്പാടിന്റെ ആധിക്യത്താൽ, അവന്റെ സ്വപ്നത്തിന്റെ ആധിക്യത്താൽ അവർ വെറുത്തു, അവനെ ഈജിപ്തുകാർക്ക് വിറ്റു. ഹല്ലേലൂയ. എന്നാൽ അവൻ പോത്തിഫറിന്റെ ഭവനത്തിൽ നിന്നും ഹല്ലേലൂയ തെറ്റായ കുറ്റാരോപണത്തിലൂടെ അവൻ ജയിലിലേക്ക് അടയ്ക്കപ്പെട്ടു. എന്നാൽ യോസഫിന്റെ സമയമായപ്പോൾ കർത്താവ് ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുത്തു. ആ വാതിലിലൂടെ ജോസഫ് അവിടെ പ്രവേശിക്കുകയും ശേഷം അവരുടെ പിതാവും ശേഷിച്ച് അവരുടെ സഹോദരന്മാർ അവിടെ എത്തുകയും ചെയ്തു. അവർ ആ ജീവനാന്തം അവിടെ സുരക്ഷിതരായി ജീവിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. നാം ചില കാര്യങ്ങൾക്കായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മുടെ സമയമാകുമ്പോൾ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു തുറന്ന വാതിൽ നമുക്കായി തുറന്നു തരും. അത് പൈശാചിക ബന്ധനങ്ങൾക്കോ ലോകത്തെ ഒരു ശക്തിക്കും അത് അടയ്ക്കാനാവുകയില്ല. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ നോക്കി ഇന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങൾ ശ്രമിക്കുന്ന ചോദിക്കുന്ന ആ കാര്യം കർത്താവ് നിങ്ങൾക്കായി തുറന്നു തരും. ഹല്ലേലൂയ. അതെ, നിങ്ങളെ എടുത്തു മാറ്റുവാൻ ഈ ലോകത്തെ ആർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. ആകൽ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങ് എനിക്കായി തുറന്നു വച്ചിരിക്കുന്ന വാതിൽ പ്രാർത്ഥനയോടെ ക്ഷമയോടെ കാത്തിരുന്ന് അത് കാണുവാൻ, അതിലൂടെ പ്രവേശിക്കുവാനുള്ള കൃപ അടിയന് നൽകണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി കർത്താവേ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.